ദേശീയപാത പ്രവൃത്തികളുടെ ഭാഗമായി വളപട്ടണം പുഴയിൽ പുതിയ പാല നിർമ്മാണത്തിന് വേഗം കൂട്ടി കരാറുകാർ. ഇതിന്റെ ഭാഗമായി നൂതന സാങ്കേതിക വിദ്യയിലൂടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പാപ്പിനിശ്ശേരി തുരുത്തിയെയും ചിറക്കൽ പഞ്ചായത്തിലെ കോട്ടക്കുന്നിനെയും ബന്ധിപ്പിച്ചാണ് വളപട്ടണം പുഴയ്ക്ക് കുറുകെ പുതിയ പാലം ഉയരുന്നത്. നിലവിൽ തളിപ്പറമ്പ് കണ്ണൂർ ദേശീയപാതയിലെ വളപട്ടണം പാലത്തേക്കാൾ ഏറെ നീളമുള്ളതാണ് പുതിയ പാലം. പാലത്തിന്റെ നീളം കണക്കാക്കി പുഴയിലെ 12 തൂണുകളുടെ പൈലിംഗ് ജോലികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. പഴയ എസ്റ്റിമേറ്റ് തുക 130 കോടിയായിരുന്നത് പുതിയ അലൈൻമെന്റ് പ്രകാരം 190 കോടി രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. ദേശീയപാതയിൽ നിലവിലുള്ള പാലത്തിന് 1/2 കിലോമീറ്റർ മാത്രമാണ് ദൈർഘ്യം. കോട്ടക്കുന്ന് ഭാഗത്തും തുരുത്തി ഭാഗത്തുമായി കരയിൽ 16 തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. തുരുത്തിയിൽ നിന്നും കോട്ടക്കുന്നിലേക്ക് പാലത്തെ ബന്ധിപ്പിക്കുമ്പോൾ പുതിയ തെരു, കാട്ടാമ്പള്ളി റോഡ്, കീരിയാട് എന്നിവിടങ്ങളിൽ പാലത്തിന് അടിഭാഗത്തായി അടിപ്പാതയും നിർമ്മിക്കും. പുതിയ പാലം തുരുത്തിയിൽ നിന്ന് കോട്ടക്കുന്നിലേക്ക് പരമാവധി ചെറിയ ദൂരത്തിലെത്തുന്ന വിധമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ പാലം നിർമ്മിക്കുന്നത് പറശ്ശിനിക്കടവ്, കാട്ടാമ്പള്ളി ഭാഗങ്ങളിൽ നിന്നും പുഴ ഒന്നിച്ചു ചേരുന്ന വളപട്ടണം പുഴയുടെ ഭാഗത്താണ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.